ഹായ് സ്റ്റുഡൻസ്, 12ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലിമെന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കാണുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിളിനകത്ത് നിങ്ങൾ ഹൊറിസോണ്ടൽ റോസ് ആയിട്ട് കാണുന്നത് പീരിയഡ്സും വെർട്ടിക്കൽ കോളംസ് ആയിട്ട് കാണുന്നത് ഗ്രൂപ്പുമാണ്. മോസ്റ്റ്ലി 1913 മോഡേൺ പീരിയോഡിക് ടേബിൾ ക്രമീകരിച്ചത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ആറ്റോമിക് നമ്പർ ആണ് എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസിനും കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. ആറ്റോമിക് നമ്പർ അനുസരിച്ച് ഇലമെന്റ്സിനെ വിന്യസിച്ചിരിക്കുകയാണ്. ഇവിടെ ഹൈഡ്രജൻ അതിന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. 118 ഇലമെന്റ്സിന് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഓർഗനിസൺ 118ാമത്തെ ഇലമെന്റ് ആണ് ഓർഗനിസൺ. ഹൈഡ്രജൻ 1 തൊട്ട് ഓർഗനിസൺ 118 ഇലമെന്റ്സിന് നമുക്ക് 2020 ഈ വർഷം വരെ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും കൂടാം, ഇലമെന്റ്സിന്റെ എണ്ണം കൂടാം. ഇതാണ് നമ്മൾ കാണുന്നത് പീരിയോഡിക് ടേബിൾ. നിങ്ങൾ ഫസ്റ്റ് ഇയറിനകത്ത് പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചു എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിള് ആദ്യത്തെ ഗ്രൂപ്പ് 1നെയും 2വിനെയാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്താണ് എസ് ബ്ലോക്ക്? ഈ ഗ്രൂപ്പ് 1ലും 2വിലുള്ള എലമെന്റ്സിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു നിൽക്കുന്ന എസ് ഓർബിറ്റിലാണ്. അതുകൊണ്ടാണ് അതിന് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ പി ബ്ലോക്ക്. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP 1 to 6, അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്ന പി ഓർബിറ്റിനകത്താണെങ്കിൽ അതിനെയാണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ് ബ്ലോക്കും പി ബ്ലോക്കിനെയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് ഇലമെന്റ്സ്. ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്, നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്കും പി ബ്ലോക്കും കൂടെ കൂടുന്നു. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എസിന്റെയും പിയുടെയും ഇടയ്ക്കായിട്ടാണ് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ് ഡി ബ്ലോക്ക്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 into d 1 to 10 ns 1 or 2. അതുപോലെ എഫ് ബ്ലോക്ക് എലിമെന്റ്സ് നിങ്ങൾ പഠിച്ചു. എഫ് ബ്ലോക്ക് ലാന്തിനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. അന്നേരം ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് എഫ് ഓർബിറ്റിൽ ആയതുകൊണ്ടാണ് അതിനെ എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 7 പീരിയഡ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ 1s 2s 3s 4s 5s 6s 7s. എസ് ബ്ലോക്കിൽ പറയുകയാണെങ്കിൽ 7. അതുപോലെ പി ബ്ലോക്കിലും ഉണ്ട്. ഡി ബ്ലോക്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്ന 3Dയിലാണെങ്കിൽ അതിന് 3D സീരീസ് എന്ന് പറയുന്നു. 4Dയിലാണെങ്കിൽ 4D സീരീസ്. ഇനി എഫ് ബ്ലോക്കിനകത്ത് ലാന്തിനോയിഡ്സും ആക്ടിനോയിഡ്സും ഉണ്ട്. 4Fലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ലാന്തിനോയിഡ്സ് എന്ന് പറയുന്നത്. 5Fലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പി ബ്ലോക്കിനെ പറ്റിയാണ്. പി ബ്ലോക്കിനകത്ത് 13 തൊട്ട് 18 വരെയുള്ള എലിമെന്റ്സ് ആണ് പി ബ്ലോക്കിനകത്തുള്ളത്. 13, 14 നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചായിരുന്നു. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഗ്രൂപ്പ് 15 തൊട്ടാണ് 15 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമ്മൾ ഗ്രൂപ്പ് 15ലായിട്ട് നമുക്കൊന്ന് കിടക്കാം. എന്താണ് ഗ്രൂപ്പ് 15 എലിമെന്റ്സ്? ആരൊക്കെയാണ്? ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ഇൻക്ലൂഡ് നൈട്രജൻ, phosphorus, arsenic and antimony and bismuth. Nitrogen, phosphorus, arsenic, antimony and bismuth. ഏറ്റവും ആദ്യം കാണുന്നതാണ് നൈട്രജൻ. നൈട്രജൻ is the real constituent of the air and records for 78% of it by volume. It is a primary member of this group. അത് അടുത്ത മെമ്പറാണ് ഫോസ്ഫറസ്. നിങ്ങൾക്കറിയാം ഫോസ്ഫറസ് നമ്മുടെ പല്ലുകളിലും എല്ലുകളിലും ഒക്കെ ഉള്ള ഒരു എലമെന്റ് ആണ് ഫോസ്ഫറസ്. ഇവിടെ നമുക്ക് കാണാം ഫോസ്ഫറസ് ഈസ് എ ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആർ കോൺസ്റ്റിറ്റ്യൂവന്റ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് DNA, RNA. അതുപോലെ around 60% of bones and teeth are made out of phosphates. Phosphoproteins are available in egg, milk and
ബോൺ മാരോ. ഇതൊക്കെ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഈ പാല്, മുട്ട അങ്ങനെയൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. The rest of the elements of the group, that is arsenic, antimony and bismuth, mostly happen as sulfides. Okay. ഗ്രൂപ്പ് 15 പറ്റിയാണ് പഠിക്കുന്നത്. ഗ്രൂപ്പ് 15 ആരൊക്കെയാണുള്ളത്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. നമുക്ക് അതിന്റെ സിമ്പിൾ ഒന്ന് നോക്കിയാലോ. നൈട്രജൻ നമ്മൾ N എന്ന സിമ്പിൾ വെച്ചാണ്. ഫോസ്ഫറസ് P, ആർസനിക് AS, ആന്റിമണി SB, ഓർത്തിരിക്കുക SB, ബിസ്മത്ത് BI. നമ്മളിപ്പം പഠിച്ചത് ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. എന്നിട്ട് അതിന്റെ റെപ്രസെന്റേഷൻ സിമ്പിൾ എന്താണ് നമ്മൾ കണ്ടു. ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ആർ ടുഗദർ കോൾഡ് p-nictogens ഓർ നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഗ്രൂപ്പ് 15. ഇതിന്റെ ആറ്റോമിക് പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7, ഫോസ്ഫറസ് 15, ആർസനിക് 33, ആന്റിമണി 51, ബിസ്മത്ത് 83. ആറ്റോമിക് മാസ് നൈട്രജൻ ആണ് 14, ഫോസ്ഫറസ് 30.97, അങ്ങനെ അങ്ങ് കൂടി വരുന്നു. അയനൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആറ്റോമിക് സൈസ് നിങ്ങൾക്കറിയാം. ആറ്റോമിക് സൈസ് ഒരു ഗ്രൂപ്പില് താഴോട്ട് വരുംതോറും കൂടി വരുന്നു. നമ്മൾ നൈട്രജൻ ഫാമിലി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നൈട്രജൻ ആണ് ആറ്റോമിക് സൈസ് ഏറ്റവും കുറവ്. ഫോസ്ഫറസിന് അതിനേക്കാളും ഏറ്റവും കൂടുതലാണ് താഴെ കിടക്കുന്ന ബിസ്മത്തിനുള്ളത്. എല്ലാ ഗ്രൂപ്പും പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും സൈസ് കൂടുന്നു. എന്നാൽ പീരിയഡിനകത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും സൈസ് കുറയുന്നു. നമ്മൾ പഠിക്കുകയാണ്. മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് ദ അയോണിക് റേഡി ആൻഡ് ആറ്റോമിക് റേഡി ഇൻക്രീസസ്. എന്താ കാരണം? ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് അനദർ മെയിൻ എനർജി ലെവൽ ഇൻ ഈച്ച് പ്രോഗ്രസീവ് ഇലമെന്റ്. ഇവിടെ പുതിയ ഷെല്ലുകൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് സൈസ് കൂടുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ആറ്റോമിക് റേഡി എല്ലാം ഇൻക്രീസ് ചെയ്യുന്നത്. നൈട്രജന്റെ ആറ്റോമിക് റേഡിയസ് നോക്കുകയാണെങ്കിൽ 70 പൈക്കോമീറ്ററിൽ, ഫോസ്ഫറസ് 110, ആർസനിക് 121, ആന്റിമണി 141, ബിസ്മത്ത് 148. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് ആറ്റോമിക് റേഡിയസ് ഇസ് ഇൻക്രീസസ്. എന്നാൽ അക്രോസ് ദ പീരിയഡ് ആറ്റോമിക് റേഡി ഡിക്രീസസ്. അടുത്ത പ്രോപ്പർട്ടിയാണ് അയനൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയനൈസേഷൻ എനർജി. എന്താണ് അയനൈസേഷൻ എനർജി? ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അയനൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാണ് ഗ്രൂപ്പ് 14 എലിമെന്റ്സിനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അയനൈസേഷൻ എൻതാൽപ്പി. The ionization enthalpy decreases down the group due to increase in size. സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. The ionization enthalpy decreases down the group due to increase in size. ഇവിടെ ഏറ്റവും കൂടുതൽ അയനൈസേഷൻ എനർജി ആർക്കായിരിക്കും? നൈട്രജൻ ആയിരിക്കും. നൈട്രജന്റെ അയനൈസേഷൻ എനർജി പറയുകയാണ് 1402, ബിസ്മത്തിന്റെ ഏറ്റവും കുറവ് 703. അതുപോലെ നമുക്കറിയാം അയനൈസേഷൻ എനർജി, ഫസ്റ്റ് അയനൈസേഷൻ എനർജി, സെക്കൻഡ് അയനൈസേഷൻ എനർജി, തേർഡ് അയനൈസേഷൻ എനർജി ഉണ്ട് അല്ലെ. അത് ആ ടേംസിൽ പറയുകയാണെങ്കിൽ തേർഡ് അയനൈസേഷൻ എനർജിയാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് സെക്കൻഡ് അയനൈസേഷൻ എനർജി, ദെൻ ഫസ്റ്റ് അയനൈസേഷൻ എനർജി. Group 15 elements have higher ionization energy than group 14
ആൻഡ് ഗ്രൂപ്പ് 16. നമുക്കറിയാം 15ാമത്തെ ഗ്രൂപ്പ് 14ന്റെയും 16ന്റെയും ഇടയ്ക്കുള്ള. ഇനി അതിന് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജിയാണ്. എന്താണ് കാരണം? ഡ്യൂ ടു സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. സ്റ്റേബിൾഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കാരണം പി ഓർബിറ്റിനകത്ത് നമുക്കറിയാം മാക്സിമം 6 ഇലക്ട്രോണെ കൊള്ളും. നമ്മളിവിടെ നൈട്രജൻ എന്ന് എടുക്കുകയാണെങ്കിൽ നൈട്രജൻ 7, 1s2, 2s2, 2p3. ഇവിടെ പിയുടെ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പറയാണ് ഗ്രൂപ്പ് 15 എലമെന്റ്സ് ഹാവ് ഹയർ അയണൈസേഷൻ എനർജി ദാൻ ഗ്രൂപ്പ് 14 ആൻഡ് ഗ്രൂപ്പ് 16. എന്താണ് കാരണം? സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഓർത്തിരിക്കുക, മെയിൻ പോയിന്റ് ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് അതർ എലമെന്റ്. Electronegativity is the inclination of a particle pull in shared pair of electrons more towards itself. The electronegativity decreases gradually on moving down the group. The reason behind this is the increase in atomic radius. Atomic radius കൂടുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഇവിടെ പറയുകയാണ്. Down the group, electronegativity decreases. Down the group, electronegativity decreases. അന്നേരം ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റം ആരായിരിക്കും? നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഓഫ് ദ ഗ്രൂപ്പ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കാര്യമാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. Physical properties incorporate boiling and melting points, metallic character, allotropy and density. Nitrogen is a diatomic gas. നൈട്രജൻ ഒരു ഗ്യാസ് ആണ്. ഓർത്തിരിക്കുക, പ്രത്യേകത ഡൈആറ്റോമിക് ഗ്യാസ് ആണ് നൈട്രജൻ. എന്നാൽ അതർ എലമെന്റ്സ് എല്ലാം സോളിഡ് ഇൻ നേച്ചർ, സോളിഡ് ആണ്. ഏതൊക്കെയാണ് അതർ എലമെന്റ്സ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. നൈട്രജൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം സോളിഡ് സ്റ്റേറ്റ് ആണ്. മൂവിംഗ് ഡൗൺ എ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. മൂവിംഗ് ഡൗൺ എ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. നമ്മൾ പഠിച്ചു നൈട്രജൻ എന്ന് പറയുന്നത് ഡയാറ്റോമിക് ആണ്. ഓൾ ദി എലിമെന്റ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ പോളിആറ്റോമിക് എക്സെപ്റ്റ് നൈട്രജൻ. ഓൾ ദി എലിമെന്റ്സ് ഷോ അലോട്രോപ്പി ആൻഡ് കാറ്റിനേഷൻ. അലോട്രോപ്പിയും കാറ്റിനേഷനും കാണിക്കുന്നുണ്ട് എല്ലാ എലിമെന്റ്സും, പക്ഷെ നൈട്രജൻ മാത്രം കാണിക്കുന്നില്ല. നൈട്രജൻ ഈസ് ഡയാറ്റോമിക് ആസ് Nn is weak due to inter-electronic repulsion of lone pair. Metallic character increases down the group. എന്താണ് കാരണം? Due to decrease in ionization enthalpy and increase in atomic size. ഇവിടെ നമുക്ക് കാണാം നൈട്രജൻ, ഫോസ്ഫറസ് ആർ നോൺ മെറ്റൽസ്. ഓർത്തിരിക്കുക, ഏറ്റവും മുകളിലുള്ള നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽ ആണ്. ആർസനിക്കും ആന്റിമണിയും മെറ്റലോയിഡ്സ് ആണ്. ആൻഡ് ബിസ്മത്ത് മെറ്റൽ. ഈ ഗ്രൂപ്പിലെ ആൾക്കാരുടെ നേച്ചർ നമ്മൾ പരിചയപ്പെടുകയാണ്. നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽ ആണ്. ആർസനിക്കും ആന്റിമണി ഏതാണ് നേച്ചർ? മെറ്റലോയിഡ്സ്. അതുപോലെ ബിസ്മത്ത് എന്ന് പറയുന്നത് മെറ്റൽ ആണ്. ഇനി നമുക്ക് 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒന്ന് പഠിക്കാം. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നൈട്രജൻ ബോയിലിംഗ് പോയിന്റ് -196 സെൽഷ്യസിലാണ്. ഫോസ്ഫറസ് 280, ആർസനിക് 613, ആന്റിമണി 1587, 1564. നിങ്ങളിവിടെ കാണുകയാണ്. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ആർക്കാണ്? നൈട്രജനാണ്. ഏറ്റവും കൂടുതൽ ആർക്കാണ്? വാല്യൂസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും കൂടുതൽ ആന്റിമണിക്കാണ്. ഇനി ബിസ്മത്തിന്റെ കാര്യം ആന്റിമണിയേക്കാളും
ബോയിലിംഗ് പോയിന്റ് കുറവാണ് ബിസ്മത്തിന്റെ. 1587 ആന്റിമണിക്ക്, ബിസ്മത്തിന് 1564, കുറവാണ്. ബിസ്മത്ത് മെറ്റാലിക് മെറ്റലാന്ന് പറഞ്ഞത്. അന്നേരം ആ മെറ്റാലിക് ക്യാരക്ടർ കൊണ്ടാണ് ബിസ്മത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന് പറയുന്നത്. അന്നേരം ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിക്കുകയാണ്. നൈട്രജൻ തൊട്ട് ആന്റിമണി വരെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. നൈട്രജൻ ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ്, ആന്റിമണി ഹാസ് ദ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മെൽറ്റിംഗ് പോയിന്റ് നൈട്രജന് -210 ആണ്. മെൽറ്റിംഗ് പോയിന്റ് -210. അതുപോലെ ഫോസ്ഫറസ് 44, ആർസനിക്ക് 816. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ആർസനിക്ക് ഒരു വലിയ നമ്പറാക്കി കാണിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ആന്റിമണിയുടെ മെൽറ്റിംഗ് പോയിന്റ് ഒന്ന് നോക്കാം. 631. 816ഉം 633. നമുക്ക് അറിയാം ബോയിലിംഗ് പോയിന്റ് നൈട്രജൻ തൊട്ട് ആന്റിമണി വരെ ഇൻക്രീസ് ചെയ്യുകയായിരുന്നു. എന്നാൽ മെൽറ്റിംഗ് പോയിന്റിന്റെ കേസിൽ വന്നപ്പോൾ നൈട്രജൻ തൊട്ട് ആർസനിക്ക് വരെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആന്റിമണിയുടെ കാര്യത്തിൽ അത് ഡിക്രീസ് ചെയ്യുന്നു. ബിസ്മത്ത് അതിലേക്കായും കുറയുന്നു. ഇലമെന്റ്സിന്റെ ഒക്കറൻസ് ഇൻ നേച്ചർ നോക്കുകയാണെങ്കിൽ നൈട്രജൻ ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്, ഫോസ്ഫറസ് ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ ആണ്, 4 ആറ്റം കൂടി ചേർന്നു. ആർസനിക് ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ, ആന്റിമണി ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ, ബിസ്മത്ത് മെറ്റാലിക് ലാറ്റിസ് ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചു നൈട്രജൻ ഹാസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ആന്റിമണി ഹാസ് ദ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്, arsenic has the highest melting point. The melting point increases from nitrogen to arsenic because of the continuous increment in a nuclear size. The low melting point of nitrogen is because of its diatomic particle. Diatomic particle കൊണ്ടാണ് low melting point of nitrogen കാരണം. In spite of the fact that the nuclear size increment from arsenic to antimony, there is a decrease in the melting point. ആർസനിക്കിനാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലെന്ന് പറഞ്ഞു. ആരെ അപേക്ഷിച്ച്? ആന്റിമണി അപേക്ഷിച്ച്. Despite the fact that antimony has a layered structure, it has a low melting point than arsenic. ശ്രദ്ധിക്കുക, ആന്റിമണിക്ക് ഒരു ലെയേർഡ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ലോ മെൽറ്റിംഗ് പോയിന്റിന് കാരണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഓർത്തിരിക്കുക. ചിലപ്പം നമുക്ക് വാല്യൂസ് തന്നെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഓർക്കും എന്തുകൊണ്ടാണ് ആന്റിമണിക്ക് ആർസനിക്കിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കുറവ്. ആന്റിമണി ഹാസ് എ ലെയേർഡ് സ്ട്രക്ചർ, അതുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റ് കുറവ്. ഓക്കെ. എന്നാൽ the melting point of bismuth is not so much as antimony because of the packing of atoms loosely by metallic holding. ഡെൻസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദീസ് എലിമെന്റ്സ് ഇൻക്രീസസ് ഫ്രം നൈട്രജൻ ടു ബിസ്മത്ത്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നൈട്രജൻ ആണ് ഏറ്റവും കുറവ് ഡെൻസിറ്റി, ബിസ്മത്തിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് അലോട്രോപ്പി. ഈ ഓൾ ഗ്രൂപ്പ് 15 എലിമെന്റ്സ് aside from bismuth indicate allotropy. Arsenic exists in 3 essential allotropic structures: black, gray and yellow. Antimony additionally has 3 essential allotropic structure. Antimony konda. Phosphorus exists in numerous allotropic structures. Phosphorus പല തരത്തിലുള്ളതാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. അലോട്രോപ്പി 15ാം ഗ്രൂപ്പ് എലിമെന്റ്സ് അലോട്രോപ്പി എന്ന പ്രോപ്പർട്ടി കാണിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. എലിമെന്റ്സ് ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ആരൊക്കെയായിരുന്നു? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. നൈട്രജന്റെ ഈ എലിമെന്റ്സിന്റെ എല്ലാം
വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ നൈട്രജന്റെ 2s2 2p3, ഫോസ്ഫറസ് 3s2 3p3, ആർസനിക്കും 4s2 4p3, ആന്റിമണി 5s2 5p3, ബിസ്മത്ത് 6s2 6p3. നിങ്ങൾ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് കാണുകയാണ്. ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റിയാണ് പി ഓർബിറ്റിനകത്തുള്ളത്. ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി P3 എന്ന ജനറൽ കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചു. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം NS2 NP3. NS2 NP3 എന്നാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് ഇതിന്റെ അയണൈസേഷൻ എനർജി ഗ്രൂപ്പ് 14ഉം 16നേക്കാളൊക്കെ കൂടുതലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP3. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ -3 +3 ആൻഡ് +5 കാണിക്കുന്നു. +3 നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണുമ്പോൾ തന്നെ അറിയാം NS2 NP3 ആണ്. അന്നേരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒന്നുകിൽ -3 അല്ലെങ്കിൽ +3 അല്ലെങ്കിൽ +5. NS2 NP3 വെച്ചാണ് പറയുന്നത് S2P3. Stability of +5 oxidation state decreases as we move down the group due to inert pair effect. +5 എഫക്റ്റിന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഇനേർട്ട് പെയർ എഫക്റ്റ്. നമ്മൾ പഠിക്കുകയാണ്. Group 15 elements shows oxidation state of -3 +3 +5. Tendency to exhibit -3 oxidation state decreases down the group. കാരണം due to increase in size and metallic character. The stability of +5 oxidation state decreases and that of +3 state increases due to inert pair effect. Down the group, bismuth only forms bismuth F5. Nitrogen undergoes disproportion reaction. നൈട്രജന് ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ഏർപ്പെടുന്നുണ്ട്. സിമ്പിൾ ഒന്നും കൂടെ നമുക്ക് കാണാം. നൈട്രജൻ NPAS ബിസ്മത്ത്. ഒന്ന് എലമെന്റ് ഒന്ന് വായിച്ചേ. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇത് നല്ലപോലെ ബൈഹാർട്ട് ആക്കണം. ആന്റിമണി എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ പറയണം അത് SB, ആർസനിക്ക് AS ഓർത്തിരിക്കുക, ബിസ്മത്ത് BA. ബിസ്മത്തും നൈട്രജനും ഫോസ്ഫറസ് എളുപ്പമാണ്. ആർസനിക്കും ആന്റിമണി പ്രത്യേകിച്ച് SB ഓർത്തിരിക്കുക. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദീസ് എലിമെന്റ്സ് ആർ -3 +3 ആൻഡ് +5. ഏതൊക്കെ എലിമെന്റ്സ് ആണ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇവിടെ കാണുകയാണ് ടെൻഡൻസി ടു ഷോ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. താഴോട്ട് പോകും തോറും അതിന്റെ ടെൻഡൻസി കുറയാണ് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ the size of atom increases on going down the group. കാരണം size of the atom increases on going down the group. The increase in size in turn decreases the tendency to attract electrons. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോണെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. അതുകൊണ്ട് it becomes difficult to attain -3 oxidation state down the group. -3 മുകളിലത്തെ എലിമെന്റ്സ് ആണ് കാണിക്കുന്നത്, താഴോട്ട് കാണിക്കുന്നില്ല. കാരണം അതിന്റെ സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. എന്നാൽ the last member of the series bismuth hardly forms any compound in -3 oxidation state. ബിസ്മത്തിന്റെ കാര്യമാണ് പറയുന്നത്. However, the other common oxidation state +3 becomes increasingly stable down the group. -3യുടെ കാര്യമാണ് പറഞ്ഞത്. താഴോട്ട് വരുന്തോറും അതിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നെന്ന്. എന്നാൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പഠിക്കുകയാണ്. താഴോട്ട് വരുന്തോറും അത് സ്റ്റേബിൾ ആവുകയാണ്, നൈട്രജൻ തൊട്ട് ബിസ്മത്ത് വരെ വരുമ്പോൾ. ഈ ട്രെൻഡിന് കാരണം എന്താണ്?
due to increasing inertness of the outermost s electron. Due to increasing inertness of the outermost s electron. അതിനാണ് പറയുന്നത് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം stability of +3 oxidation state of group 15 elements increases down the group. This in turn means that out of the 5 outermost electrons which can be removed, 2 s electrons remain tightly held to the nucleus. അതുകൊണ്ട് +3 oxidation state becomes predominant for elements down group 15. +3 oxidation state സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ് നമ്മളിപ്പം പഠിക്കുന്നത്. The stability of +5 എന്താണ്? ഇപ്പം -3 +3 അടുത്തൊരു ഇതുകൊണ്ട് ബാലൻസ് ചെയ്യണം +5. The stability of +5 state decreases down the group. സ്റ്റെബിലിറ്റി ഓഫ് +5 സ്റ്റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതിനും കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ഇനേർട്ട് പെയർ എഫക്റ്റ് നൈട്രജൻ തൊട്ട് ബിസ്മത്ത് വരെ താഴോട്ട് വരുമ്പോൾ +5 സ്റ്റേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഡിക്രീസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ്. എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ്? ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് reluctance of ns2 electrons to take part in bonding. എന്താണ് നമ്മുടെ ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2 np3. ns2 np3ക്കകത്ത് പിക്കകത്ത് 3 ഇലക്ട്രോൺ ഉണ്ട്, എന്നാൽ എസിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ആ 2 ഇലക്ട്രോണിന് ഒരു വിരക്തിയാണ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ. അതാണ് reluctance of ns2 electrons to take part in bonding due to the poor shielding effect of intervening d and f orbital on moving down the group. ഈ എഫക്റ്റിനെയാണ് പറയുന്നത് ഇനേർട്ട് പെയർ എഫക്റ്റ്. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. റിലക്റ്റൻസ് ഓഫ് ns2 ഇലക്ട്രോൺ ടു ടേക്ക് പാർട്ട് ഇൻ ബോണ്ടിങ് ഈസ് കോൾഡ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണമാണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലായി കാണിക്കുന്നത്, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറവ്. +5 ഉണ്ടാണെങ്കിൽ ns2 np3 വേണം, s2 പങ്കെടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ p3 +3 മാത്രമേ വരുന്നുള്ളൂ. The only known compound with the +5 oxidation state of bismuth is BiFi. BiFi എന്ന കോമ്പൗണ്ട് മാത്രമേ നമ്മുടെ ബിസ്മത്ത് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ. ഓർത്തിരിക്കുക, BiFi. Nitrogen and phosphorus show other oxidation state like +1, +2 and +4 as well. മെയിനായിട്ട് -3, +3, +5 പറ്റിയാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ മുകളിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? നൈട്രജനും ഫോസ്ഫറസും ചില സമയങ്ങളിൽ +1, +2 ആൻഡ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഈ റിയാക്ഷൻ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാം. നൈട്രജൻ റിയാക്റ്റീവ് സ്റ്റേറ്റിനകത്ത് +3 ആണ്, പ്രൊഡക്റ്റ് സ്റ്റേറ്റിനകത്ത് HNO3കകത്ത് +5 ആണ്, NOയ്ക്കകത്ത് +2 ആണ്. In case of nitrogen, all these oxidation states tend to disproportionate in acid solution. Disproportion reaction ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ ആണ് നമ്മൾ പഠിക്കുന്നത്. നൈട്രജൻ +3 ആകാം, +5 ആകാം, +2 ആകാം എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഫോസ്ഫറസിന്റെയും റിയാക്ഷൻ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോസ്ഫറസ് +3 ഉണ്ട്, ഫോസ്ഫറസ് +5 ഉണ്ട്, ഫോസ്ഫറസ് -3 ഉണ്ട്. അതും ഒരു ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിയാക്ഷനിലാണ് ഏർപ്പെടുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ്. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 15 ഗ്രൂപ്പ് ഇലമെന്റ്സിന്റെ ആയിരുന്നു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ്. എന്നാൽ എന്താണ് കോവാലൻസി? കോവാലൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി ഷെയർഡ്. ഓർത്തിരിക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റും കോവാലൻസിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ്. കോവാലൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി ഷെയർഡ്.
Nitrogen shows a maximum covalency of 4, while the rest of the elements can expand their covalence. കാരണം നൈട്രജന് ഡി ഓർബിറ്റൽ ഇല്ല, എന്നാൽ ഫോസ്ഫറസ് തൊട്ടുള്ള എലിമെന്റ്സിനെല്ലാം ഡി ഓർബിറ്റൽ ഉണ്ട്. While the other group 15 elements have d orbital as well. Hence they can show covalence greater than 4. Example P F6 minus ഒക്കെ an example ആണ്. എന്തായിരിക്കും നൈട്രജന് ഡി ഓർബിറ്റൽ ഇല്ലാത്തത് അല്ലെങ്കിൽ കോവാലൻസ് ഇതിൽ കാണിക്കാത്തത്? This is because nitrogen has only 4 orbitals. ഏതൊക്കെയാ 4 orbitals? 1s and 3p. അത്രയും ആ 4 ഓർബിറ്റൽസ് മാത്രമേ ബോണ്ടിങ്ങിന് അവൈലബിൾ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് കോവാലൻസിയുടെ വ്യത്യാസം വരുന്നത്. ഈ പ്രത്യേകതകൾ കാരണം നൈട്രജൻ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നു. ഡി ഓർബിറ്റൽ ഇല്ല, ഏറ്റവും ചെറുതാണ്, അങ്ങനെയുള്ള കാരണങ്ങൾ കാരണം ഹൈ അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നു, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കാരണം നൈട്രജൻ പല രീതിയിലും താഴെയുള്ള ഇലമെന്റ്സിനെ അപേക്ഷിച്ച് വ്യത്യാസം കാണിക്കുന്നു. ആ വ്യത്യാസത്തിനെയാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അനോമലസ് ബിഹേവിയർ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ചെറിയ കുഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ അത് കാണിക്കുന്നതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കോട്ടെ കുഞ്ഞല്ലേ എന്ന് പറയും അല്ലേ? അതുപോലെ നമ്മുടെ നൈട്രജൻ കുഞ്ഞായതുകൊണ്ട് അവൻ്റെ ആ ഇലമെന്റിന്റെ പ്രോപ്പർട്ടീസ് ചിലപ്പം വ്യത്യാസങ്ങളായിരിക്കും. അത് ആ പ്രോപ്പർട്ടിയെ പറയുന്ന അനോമലസ് ബിഹേവിയർ. എന്താണ് വ്യത്യാസങ്ങൾ? നൈട്രജൻ ഇസ് ഗ്യാസ്, ബാക്കി എല്ലാ ഇലമെന്റ്സും സോളിഡ്സ് ആണ്. നൈട്രജൻ ഡയാറ്റോമിക് ആണ്, ഫോസ്ഫറസ് തൊട്ടുള്ള എല്ലാം ടെട്രാ ആറ്റോമിക് ആണ്. നൈട്രജൻ ഫോംസ് ഹൈഡ്രജൻ ബോൺസ്. അതുപോലെ തന്നെ നൈട്രജൻ പി പൈ മൾട്ടിപ്പിൾ ബോണ്ടിൽ ഏർപ്പെടുന്നു. റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -3 to +5 ആണ്. നമ്പർ ഓഫ് ഡി ഓർബിറ്റൽ ഡസ് നോട്ട് ഫോംസ്. Anomalous properties of nitrogen പറ്റി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂ ടു സ്മോൾ സൈസ്. എന്താ കാരണം? സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എനർജി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. നൈട്രജൻ ഈസ് ഇനേർട്ട്. എന്താ കാരണം? ഡ്യൂ ടു സ്ട്രോങ് പി പൈ ബോണ്ട്. അതുപോലെ അതർ എലിമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് ഡു നോട്ട് ഫോം സ്ട്രോങ് പി പൈ ബോണ്ട്. നൈട്രജൻ കനോട്ട് ഫോം ഡി പൈ ആൻഡ് ഡി പൈ ബോണ്ട്. നമ്മൾ പഠിച്ചായിരുന്നു നൈട്രജന് ഡി ഓർബിറ്റൽ ഇല്ല, അതുകൊണ്ടാണ് ഡി പൈ ബോണ്ട് ഉണ്ടാകാത്തത്. ഓർത്തിരിക്കുക, ഇതൊക്കെയാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ഹൈഡ്രൈഡ് ഉണ്ടാകുന്നു. ഹൈഡ്രൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നൈട്രജന്റെ ഹൈഡ്രൈഡ് NH3 അമോണിയ എന്ന് പറയും അല്ലേ? അതുപോലെ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി എല്ലാം ഹൈഡ്രജനുമായിട്ട് കൂടി ചേർന്ന് ഹൈഡ്രൈഡ്സ് ഉണ്ടാകുന്നു. അതിന്റെ ജനറൽ ഫോർമുല നമുക്ക് പറയാം EH3. എന്താണ്? ഇലമെന്റ് ഓഫ് ഗ്രൂപ്പ് 15 എലിമെന്റ്സ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. സ്മോൾ സൈസ് ഓഫ് നൈട്രജൻ ഓവർലാപ്പ് ബെറ്റർ വിത്ത് ഹൈഡ്രജൻ. അന്നേരം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? മുകളിലുള്ള നൈട്രജന്റെ ഇതിനായിരിക്കും. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. The stability of hydrides decreases from ammonia to bismuth hydride. എന്താ കാരണം? ഡ്യൂ ടു ഡിക്രീസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ അമോണിയയ്ക്കായിരിക്കും, ഏറ്റവും കുറവ് ബിസ്മത്ത് ഹൈഡ്രൈഡിനായിരിക്കും. ദ റെഡ്യൂസിംഗ് ക്യാരക്ടർ ഓഫ് ദ ഹൈഡ്രൈഡ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. കാരണം ഡിക്രീസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഡിക്രീസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് പറയുകയാണ് ബിസ്മത്ത് ഹൈഡ്രൈഡ് is a strong reducing agent. Bismuth hydride is a strong reducing agent ആണ്. റെഡ്യൂസിംഗ് ക്യാരക്ടറിനെ പറ്റിയാണ് പറയുന്നത്. All hydrides are Lewis base due to presence of lone pair of electrons. Lewis base ആണ്. Basicity decrease in the order. ബേസിറ്റി ഏറ്റവും കൂടുതൽ അമോണിയ, ഏറ്റവും കുറവ് ബിസ്മത്ത് ഹൈഡ്രൈഡ്. ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് സിൻസ് നൈട്രജൻ ആറ്റം ഈസ് ഹൈ ഇലക്ട്രോനെഗറ്റീവ്. ബോണ്ട് ആംഗിൾ വെച്ച് പറയാണ്.
Ammonia has higher boiling point than pH3 and arsenic hydride. അമോണിയയ്ക്കാണ് ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. ഇതെല്ലാം ഹൈഡ്രേറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുന്നതാണ്. ബേസിറ്റി ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ബേസിറ്റി ഉള്ളത് അമോണിയ. ബോയിലിംഗ് പോയിന്റ് അമോണിയ ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ pH3. ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. നമുക്കൊന്ന് കമ്പാരിസൺ നടത്താം അല്ലേ. ഹൈഡ്രേറ്റ്സ് ഓഫ് 15 ഗ്രൂപ്പ് ഇലമെന്റ്സിന്റെ കമ്പാരിസൺ ആണ്. ബേസിക് സ്ട്രെങ്ത്. ബേസിക് സ്ട്രെങ്ത് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും ഡിക്രീസ് ചെയ്യുന്നു. അമോണിയ ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് ബിസ്മത്ത് ഹൈഡ്രൈഡ്. എന്താണ് ഇതിന് കാരണം? ആസ് ദ സൈസ് ഓഫ് ദ സെൻട്രൽ ആറ്റം ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ്. സൈസ് ഓഫ് സെൻട്രൽ ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നു. അതുകൊണ്ടാണ് ബേസിക് സ്ട്രെങ്ത് താഴോട്ട് ചെല്ലുന്തോറും കുറയുന്നത്. അമോണിയ ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത്, ബിസ്മത്ത് ഹൈഡ്രൈഡ് ഏറ്റവും കുറവ്. തെർമൽ സ്റ്റെബിലിറ്റിയും ബേസിക് സ്ട്രെങ്ത് പോലെ തന്നെയാണ്. ഡൗൺ ദ ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യുന്നു. അമോണിയയ്ക്ക് ഏറ്റവും കൂടുതൽ തെർമൽ സ്റ്റെബിലിറ്റി, ബിസ്മത്ത് ഹൈഡ്രൈഡിന് തെർമൽ സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. അതിനുള്ള കാരണവും എന്താണ്? As the size of the central atom increases, its tendency to form stable metal hydride bonds decreases. എന്നാൽ റെഡ്യൂസിംഗ് ക്യാരക്ടർ പറയുവാണെങ്കിൽ ഡൗൺ ദ ഗ്രൂപ്പിൽ ആ റെഡ്യൂസിംഗ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്? As the stability of hydride decreases as the reducing character increases. റെഡ്യൂസിംഗ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ബിസ്മത്ത് ഹൈഡ്രൈഡിനായിരിക്കും. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇൻക്രീസസ്. ഡൗൺ ദ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുകയാണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അമോണിയ ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ദാൻ pH3 ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഓർത്തിരിക്കുക, അമോണിയ ഹാസ് എ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ആരെക്കാളും? pH3യെക്കാളും. As the molecular size increases, van der Waals forces increases. നമ്മള് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിനകത്ത് എക്സെപ്റ്റ് ഇൻ നൈട്രജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എക്സെപ്റ്റ് ഇൻ നൈട്രജൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്സിജനുമായിട്ട് ഏത് കോമ്പൗണ്ടും ഒരു എലിമെന്റ് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ആ കോമ്പൗണ്ട് പറയുന്ന പേരാണ് ഓക്സൈഡ്സ്. ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ഫോം ഓക്സൈഡ്സ് വിത്ത് ദ ഫോർമുല E203 and E205. E203 and E205. The oxide in the higher oxidation state of the element is more acidic nature ആണ് than that of lower oxidation state. ഇനി എങ്ങനെയാണ് അസിഡിക് ക്യാരക്ടർ പോകുന്നത് നോക്കാം. അസിഡിക് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ബിക്കോസ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഈ പോയിന്റ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്സൈഡ്സ് അസിഡിക് ക്യാരക്ടർ ആണെന്ന് പഠിച്ചു. ഇനി അസിഡിക് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് കാരണം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ബിസ്മത്ത് മെറ്റലാന്ന് പറഞ്ഞായിരുന്നു അല്ലേ. NO2 dimerisation. NO2 contain odd number of valence electron. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. NO2 എപ്പോഴും ഡൈമേഴ്സ് ആയിട്ടായിരിക്കുന്നത്. എന്താ കാരണം? അത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് അത് ഡൈമറൈസ് ചെയ്യുന്നത്. ഓൺ ഡൈമറൈസേഷൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു സ്റ്റേബിൾ N2O4 മോളിക്യൂൾ. N2O4 മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. കോവാലൻസ് ഓഫ് നൈട്രജൻ ഇൻ N2O5 ഈസ് 4. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഓക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ആണ്. രണ്ട് തരത്തിലുള്ള ഓക്സൈഡ്സ് ഉണ്ടാകുന്നുണ്ട്. E2O3 E2O5 ഓർത്തിരിക്കുക. ഹാലജനുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഹാലൈഡ്സ് ഉണ്ടാകുന്നു. ഹാലൈഡ്സിന്റെ ഫോർമുല EX3 and EX5. ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ഹാലജനുമായിട്ട് ഫോം ചെയ്യുന്നു. EX3 and EX5. നൈട്രജൻ ഡസ് നോട്ട് ഫോം പെന്റാഹാലൈഡ്. EX5 നൈട്രജൻ എലിമെന്റുമായിട്ട് ഉണ്ടാകുന്നില്ല. എന്താ കാരണം? ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ദ ഡി ഓർബിറ്റൽ. പെന്റാഹാലൈഡ്സും ട്രൈഹാലൈഡ്സും കമ്പയർ ചെയ്യുമ്പോൾ പെന്റാഹാലൈഡ്സ് ആർ മോർ കോവാലന്റ് പെന്റാഹാലൈഡ്സ് ആണ്.
All the trihalides of 15 group elements except those of nitrogen are stable. Trihalides എല്ലാം stable ആണ്, പക്ഷേ നൈട്രജന്റെ ട്രൈഹാലൈഡ് സ്റ്റേബിൾ അല്ല. In case of nitrogen, only NF3 is known to be stable. നിങ്ങൾക്കറിയാം ഹാലജൻസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. നൈട്രജൻ എഫ് ഫ്ലൂറിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് only NF3 is known to be stable. Trihalides except BiF3 are predominantly covalent in nature. BiF3 covalent in nature ആണ്. Bismuth is metallic in nature. ഈ മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് 15 എലിമെന്റ്സ്. ബൈനറി കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാകുന്നത്. ബൈനറി കോമ്പൗണ്ട്സിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 ആണ്. ഫോർ എക്സാമ്പിൾ Ca3N2 കാൽസ്യം നൈട്രേറ്റ്, കാൽസ്യം ഫോസ്ഫൈഡ് Ca3P2, സോഡിയം ആർസനൈഡ് Na3AS, സിങ്ക് ആന്റിമോണൈഡ് ആൻഡ് മഗ്നീഷ്യം ബിസ്മുത്തൈഡ്. ഇതെല്ലാം മെറ്റൽസുമായിട്ട് ഗ്രൂപ്പ് 15 എലിമെന്റ്സ് മെറ്റൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ്. നമ്മളിപ്പം പി ബ്ലോക്ക് എലിമെന്റ്സിന്റെ ഇൻട്രഡക്ഷൻ പാർട്ടാണ് നമ്മൾ പി ബ്ലോക്ക് എലിമെന്റ്സിനകത്തെ ഗ്രൂപ്പ് 15 എലിമെന്റ്സ് ഇൻട്രഡക്ഷൻ പാർട്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ നമ്മൾ കണ്ട ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണ്, ദോ നൈട്രജൻ എക്സിബിറ്റ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇറ്റ് ഡസ് നോട്ട് ഫോം പെന്റാഹാലൈഡ്. ഇപ്പം പഠിച്ചതേ ഉള്ളൂ. ഗീവ് റീസൺ. നമുക്ക് അതിന്റെ ആൻസർ പറയാം. നൈട്രജൻ വിത്ത് N = 2 has S and P orbital only. It does not have D orbital to expand its covalence beyond 4. That is why it does not form pentahalide. എന്തുകൊണ്ടാണ് നൈട്രജൻ പെന്റാഹാലൈഡ് ആകുന്നില്ലെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് നിങ്ങൾ പറയും നൈട്രജന് ഡി ഓർബിറ്റ് ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, pH3 ഹാസ് ലോവർ ബോയിലിംഗ് ദാൻ NH3. നിങ്ങൾക്കറിയാം എന്താണ് കാരണം? pH3 മോളിക്യൂള് are not associated through hydrogen bonding. എന്നാൽ നൈട്രജൻ ഉണ്ട്, അമോണിയയ്ക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. That is why the boiling point of pH3 is lower than ammonia. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് 15ാം ഗ്രൂപ്പ് എലിമെന്റ്സിന്റെ ബേസിക് ഇൻഫർമേഷൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. അതുപോലെ NCERTയിലെ എക്സസൈസ് എല്ലാം പ്രോബ്ലംസും എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇത്രയും നേരം ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.